എത്തണമെങ്കിൽ അള്ളാഹ് ഉദ്ദേശിക്കുക തന്നെ വേണം. ഇനി റസൂലിന്റെ ഓത്ത് കേൾക്കാൻ വന്ന മുശ്രിക്കുകളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്. വമിൻഹും മൻ യസ്തമിഉ ഇലൈക, നിന്നെ ശ്രദ്ധിച്ച്, മൻ യസ്മഉ ഇലൈക എന്നല്ല പദപ്രയോഗം നോക്കിക്കോട്ടെ. മൻ യസ്മഉ ഇലൈക എന്നല്ല, മൻ യസ്തമിഉ ഇലൈക ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു എന്നാണ്. എന്താ ഇസ്തിമാ എന്ന് പറഞ്ഞാൽ? ഇസ്തിമാ എന്ന് പറഞ്ഞാൽ ഒരുപാട് ശബ്ദങ്ങൾ അപ്പുറപ്പുറമൊക്കെ ഉണ്ടാവും, പക്ഷെ ആ സാധനം മാത്രമേ ചെവി കൂടെ കയറൂ. അതാണ് ഇസ്തിമാ. വേറെ എന്ത് ശബ്ദം ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലും നമ്മൾ അതിലേക്ക് പോകൂല. ഇസ്തിമാ എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷേ സിമാ കേൾക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാ സംഗതികളും കേൾക്കും, വേറെ പലതും വരും. ഇസ്തിമാ. വമിൻഹും മൻ യസ്തമിഉ ഇലൈക, നിന്നിലേക്ക് ശ്രദ്ധ കൂർപ്പിച്ച് നീ പറയുന്നത് കേൾക്കുന്ന ആളുകൾ ആ മുശ്രിക്കുകളുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ വജഅൽനാ അലാ ഖുലൂബിഹിം അകിന്ന, അവരുടെ ഹൃദയത്തിൽ ഞാൻ അകിന്നത്ത് വെച്ചിട്ടുണ്ട്, അടപ്പ്. അയ്യഫ്ഖഹൂ, അത് മനസ്സിലാകാതിരിക്കാൻ അടപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ അറബി ഭാഷ പഠിച്ച ആൾക്കാരെ കുറിച്ചാണ് ഇപ്പം പറഞ്ഞത്. വമിൻഹും മൻ യസ്തമിഉ ഇലൈക എന്ന് പറഞ്ഞ ആരാണ്? അബൂജഹൽ, അബൂലഹബ്, ഉത്ബത്ത്, ശൈബത്ത് അല്ലേ, വലീദ് ഇബ്നു മുഗീറ, അവരൊക്കെ അറബിയിൽ ആരാണ്? അഗ്രഗണ്യന്മാർ അല്ലേ. വലീദ് ഇബ്നു മുഗീറൊക്കെ എന്താണ് കവിതകൾ, കവി അവരുടെയൊക്കെ ഭാഷാ സാഹിത്യം എന്താണ്. പക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ല. ആർക്ക്? വലീദിന് മനസ്സിലാവുന്നില്ല. വജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ അൻ യഫ്ഖഹൂഹു, അവർക്ക് മനസ്സിലാവൂല. വഫീ ആദാനിഹിം വഖ്റ, അവരുടെ ചെവിയിൽ ഒരു പാടുണ്ട്, നോക്കിയാൽ കാണാൻ കഴിയില്ല. ഡോക്ടർമാരെ അടുത്ത് പോയിട്ട് ഡോക്ടറെ എൻ്റെ ചെവിയിൽ ഒരു പാടുണ്ട്, അന്ന് എടുത്ത് മാറ്റണം, എനിക്ക് ഖുർആൻ കേട്ടിട്ട് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ കാണില്ല. ഇൻവിസിബിൾ പാടയാണത്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഈ സാധനം സംഭവിച്ചു കഴിഞ്ഞാലുള്ള അപകടം പറയാണ് അള്ളാഹു തആല. വഇയറൗ കുല്ല ആയ, ഈ മനുഷ്യന്മാർ ഹൃദയത്തിൽ മൂടിയുള്ള മനുഷ്യന്മാർ, വഇയറൗ കുല്ല ആയ, എല്ലാ ആയത്തുകളും അവർ കണ്ടെന്ന് കരുതുക. എല്ലാ ആയത്തുകളും ലാ യുഅ്മിനൂ ബിഹാ, അവരതിൽ വിശ്വസിക്കില്ല. കാരണം കാണാത്തത് കൊണ്ടല്ല, ഹൃദയത്തിൽ മൂടിയുണ്ട്. എന്താ കുല്ല ആയത്ത് എന്ന് പറഞ്ഞാൽ? കുല്ല ആയത്ത് അതായത് പുറത്ത് കണ്ട് ഇറങ്ങിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ ഇറങ്ങി വരുന്നു. കുറേ ചിറകുകൾ, 600 ചിറകുകളായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ ഇറങ്ങി വന്നിട്ട്, അബ്ദുൽ ഗഫൂർ, ഞാനിപ്പോൾ അർശിൻ്റെ അവിടെ നിന്നാണ് ഇറങ്ങി വരുന്നത്, ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെ കിയാമത്ത് നാൾ ഇന്ന ദിവസം സംഭവിക്കും, സൂക്ഷിച്ച് നടന്നോ, അങ്ങനെയൊക്കെ പറഞ്ഞു നീ. ഞാൻ വിശ്വസിക്കൂല, എൻ്റെ ഹൃദയത്തിൽ അടപ്പുണ്ടെങ്കിൽ. അപകടമാണ് എന്നർത്ഥം. ഹൃദയത്തിന് മൂടി വരിക, ഹൃദയരോഗം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല, ഭയങ്കര അപകടമാണ്. എത്ര വലിയ ആയത്തുകൾ കണ്ടാലും വിശ്വസിക്കില്ല, ഹൃദയം മൂടിയുണ്ട് എങ്കിൽ. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ആണോ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണോ എന്നറിയില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്താണെന്നറിയോ? ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ, ഒരു മനുഷ്യന് ടെൻഷൻ വന്നു എന്ന് കരുതുക, വിഷമം, കുട്ടി മരിച്ചു എന്ന് കരുതുക, അല്ലെങ്കിൽ ജോലി നഷ്ടമായി എന്ന് കരുതുക, അല്ലെങ്കിൽ എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് കരുതുക. സങ്കടമായിരിക്കോ, ടെൻഷനായിരിക്കോ, വേദനയായിരിക്കോ, പ്രയാസമായിരിക്കോ. അങ്ങനെ ഒരു മനുഷ്യന് ആ വേദന വന്നാൽ, പ്രയാസം വന്നാൽ, ഇനി ആ നീലയിൽ എഴുതിയ, ഇപ്പം അങ്ങോട്ട് നോക്കണ്ട, ഞാൻ പറയാം. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കുന്നറിയോ? ആ വിഷമം അങ്ങോട്ട് ഇല്ലാണ്ടായി പോവും. വിഷമം ഇല്ലാതായി പോവും പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ. സമാധാനം അല്ല, പകരം അവിടെ അല്ലാഹു തആല ആ വിഷമുണ്ടായിരുന്ന സ്ഥലത്ത് എന്തിടും? സന്തോഷം വിടും. സന്തോഷം നേരെ ഉൾട്ട സാധനം അവിടെ വരുമെന്നർത്ഥം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് ദുഃഖിക്കേണ്ട, പ്രയാസപ്പെടേണ്ട ഒരു സന്ദർഭം വന്നിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? ആ പ്രാർത്ഥന കഴിയുമ്പോൾ അവന്റെ ദുഃഖം മാറുക എന്ന് മാത്രമല്ല, പകരം അവിടെ സന്തോഷം അല്ലാഹു തആല ഇടുകയും ചെയ്യും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത, കളവ് പറയണമെന്ന് ആഗ്രഹം പോലും ഇല്ലാത്ത, കളവ് പറഞ്ഞാലോ എന്ന് ചിന്തിക്കാത്ത
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണ്, സ്വാദിഖുൽ മസ്തൂഖ്. എന്താണ് ആ പ്രാർത്ഥന? അങ്ങനെ കളയുന്ന ഒരു പ്രാർത്ഥന ഉറപ്പാണ്. ഇതൊന്നും പ്രാർത്ഥിച്ചു എന്നുള്ളത് കൊണ്ട് അല്ല, പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എന്ത് സംഭവിക്കില്ല? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്തൊക്കെ സംഭവിക്കണമായിരുന്നു? പ്രാർത്ഥിക്കണം. അതെന്താ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത ക്ലാസ്സാണ്. അല്ലാഹുമ്മ, ഇതാണ് പറയേണ്ടത്, ഇതാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അബ്ദുക്, ഞാൻ നിന്റെ അടിമയാണ്. ഇബ്നു അബ്ദിക്, നിന്റെ ഒരു അടിമയുടെ മകനാണ് ഞാൻ. ഇബ്നു അമതിക്, നിന്റെ ഒരു അടിമ സ്ത്രീയുടെ മകനാണ്. എൻ്റെ ഉമ്മയുപ്പയും നിന്റെ അടിമയാണ് എന്നർത്ഥം. നാസിയതി ബിയദിക്, എൻ്റെ കടിഞ്ഞാൺ നിന്റെ കയ്യിലാണ്. നീ പറയുന്നതിനനുസരിച്ച് എൻ്റെ കടിഞ്ഞാണുള്ളൂ, എനിക്ക് സ്വന്തമായിട്ട് ഒരു സാധനവും ചെയ്യാൻ കഴിയില്ല. മാലിൻ ഫിയ ഹുക്കുമുക്, നിന്റെ ഹുക്കുമാണ് എൻ്റെ ശരീരത്തിൽ എന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ശ്വസിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹുക്കുമാണെന്നർത്ഥം. ഇപ്പൊ ശ്വസിച്ചപ്പോൾ ഉള്ളിലേക്ക് പോയില്ല വായു, ആ വായു എൻ്റെ ശരീരത്തിലെ ശ്വാസകോശത്തിലേക്ക് പോയി, ശ്വാസകോശത്തിൽ നിന്ന് ഓരോ ബ്ലഡിലേക്കും ഹീമോഗ്ലോബിനിലേക്കും കയറി ഇപ്പൊ കൈ അനക്കാൻ വേണ്ടി എൻ്റെ കൈയിൻ്റെ ഓരോ തുമ്പിലേക്കും കാലിൻ്റെ തുമ്പിലേക്കും ഓക്സിജൻ എത്തിച്ചത് അള്ളാഹുവിൻ്റെ ഹുക്കുമാണ്. ഡോക്ടർമാരുണ്ടാക്കിയ ഹുക്കുമാണോ? അള്ളാഹു ഉണ്ടാക്കിയ ഹുക്കുമാണ്. ഈ ലോകത്ത് നടക്കുന്നത് മുഴുവനും, എൻ്റെ ശരീരത്തിൽ നടക്കുന്ന, എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് മുഴുവനും നിന്റെ ഹുക്കുമാണ് റബ്ബേ. അദ്ലുൻ ഫിയ ഖലാഉക്, അതൊരു വലിയ വിഷയമാണ്, ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു പോവുകയുള്ളൂ. അദ്ലുൻ ഫിയ ഖലാഉക്, നിന്റെ വിധി അത് മുഴുവൻ അദ്ലാണ്, നീതിയാണ്. എനിക്ക് അസുഖം വന്നിട്ടുണ്ട് എങ്കിൽ അത് നീതിയാണ്. അത് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി ആണ് എന്നല്ല, നീതിയാണെന്ന്. അങ്ങനെ വന്നിട്ടില്ല എങ്കിൽ അനീതിയാണ്. എന്താണ് ഈ പറയുന്നത്? എനിക്ക് അസുഖം വന്നപ്പോ അത് നീതിയാണ്, അസുഖം വന്നില്ലെങ്കിൽ അനീതിയാണ്. അദ്ലുൻ ഫിയ ഖലാഉക്, നിന്റെ ഖലാഉകൾ മുഴുവൻ എന്നിൽ നീതിയാണ്. അസ്അലുക, ഇതൊക്കെ പറഞ്ഞിട്ട് പറയാണ് അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുകയാണ് റബ്ബേ, ബികുല്ലിസ്മിൻ ഹുവലക്, എന്തൊക്കെ പേരുകളുണ്ട് നിനക്ക്, ആ പേരുകളൊക്കെ വെച്ച് വസീല ചോദിക്കുകയാണ്. ആ പേരുകളൊക്കെ വെച്ച് ഞാൻ ചോദിക്കുകയാണ്. സമ്മൈത ബിഹി നഫ്സക്, അതായത് ഞങ്ങളിട്ട പേരുകളല്ല, നീ തന്നെ നിനക്കിട്ട പേരുകളുണ്ട്. ആ വേറൊരു സൃഷ്ടിക്കും ജിബ്രീലിന് ഇടാൻ കഴിയില്ല, മീകായിലിന് ഇടാൻ കഴിയില്ല, ഹമലത്തുൽ അർശിന് ഇടാൻ കഴിയില്ല. എന്ത്? അള്ളാഹുവിന് നമുക്കിനി ഇങ്ങനത്തെ പേര് വിളിക്കാം എന്ന് കഴിയില്ല. അള്ളാഹ് തന്നെ ഇടണം ആപ്റ്റായിട്ടുള്ളൊരു പേര്. അങ്ങനെ ഇട്ട പേരുകൾ വെച്ചുകൊണ്ട് റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഔ അൻസൽതഹു ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, അല്ലെങ്കിൽ നീ ഇട്ട പേര്, അല്ലെങ്കിൽ നീ നിന്റെ സൃഷ്ടികളിൽ ഏതെങ്കിലും ഒരാൾക്ക് നീ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവൂലേ ആ പേരുകൾ. ഔ അൻസൽതഹു ഫീ കിതാബിക്, അല്ലെങ്കിൽ നീ നിന്റെ ഈ കിതാബിൽ ഇറക്കിയിട്ടുണ്ടാവും നിന്റെ പേരുകൾ. റഹ്മാൻ, റഹീം, ഹക്കീം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുകളുണ്ട്. ആ പേരുകൾ വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ് റബ്ബേ. അല്ല, ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക്, നമുക്കൊരിക്കലും എത്താത്ത, ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും എത്തിയിട്ടില്ലാത്ത ഒരു സ്ഥലം, അതാണ് നമ്മളിപ്പോൾ പിടിച്ചത്. ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക്, നിന്റെ അദൃശ്യജ്ഞാനത്തിൽ നീ സൂക്ഷിച്ചു വെച്ച നിന്റെ പേര് ആർക്കും അറിയില്ല, ഒരാൾക്കും അറിയില്ല. അതാണല്ലോ അദൃശ്യം എന്ന് പറഞ്ഞാൽ, ഒരാൾക്കും അറിയാത്ത നിന്റെ പേര്. അങ്ങനെയുണ്ട് അള്ളാഹുവിന് പേരുകൾ. ആ പേര് വെച്ചിട്ട് റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കണം. അപ്പൊ ചില്ലറ കാര്യമായിരിക്കോ ചോദിക്കുന്നത്? എന്താ ചോദിക്കുന്ന ചോദ്യം? അൻ തജ്അലൽ ഖുർആൻ, ഈ ഖുർആനിനെ നീ ആക്കണമേ. എന്താക്കണമേ? റബീഅ ഖൽബി, എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ. വല്ലാഹി ഇത് വസന്തമാണ്, ഇത് വസന്തമാണ്. റബീഅ ഖൽബി വനൂറ സുദരി, എൻ്റെ നെഞ്ഞിലെ പ്രകാശമാക്കണമേ. ആലങ്കാരികല്ല, പ്രകാശമാണ്, ഒറിജിനൽ പ്രകാശമാണ്. ക്വാണ്ടം ഫിസിക്സ് കൊണ്ട് തെളിയിക്കാൻ പറ്റും. ക്വാണ്ടം ഫിസിക്സിലൂടെ ആ സംഗതി തെളിയിക്കാൻ പറ്റും, അത് പ്രകാശമാണ് എന്നുള്ളത്. നമുക്ക് തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞാൽ സമിഅനാ വ അതഅനാ വജിലാ ഹുസ്നി വദഹാബ ഹമ്മി, എൻ്റെ ദുഃഖം, എൻ്റെ ടെൻഷൻ മായ്ച്ചു കളയുന്ന ഒരു സാധനം ആക്കണമേ. എന്തിനെ? പരിശുദ്ധനെ. ഇനി പറ, പോകൂ? ടെൻഷൻ പോകാൻ ഇത് മതിയോ? ഇത് ഹൃദയത്തിലേക്ക് കയറിയാൽ മതിയെന്ന് നേരെ പറയല്ല. ഖുർആൻ കൊണ്ട് എൻ്റെ
ദുഃഖം മാറ്റണമേ, എൻ്റെ സങ്കടം മാറ്റണമേ എന്നല്ല, ഖുർആൻ എൻ്റെ ഹൃദയത്തിൽ വസന്തമാക്കണമേ. നമുക്കറിയാലോ, മൂന്നാർ, ഊട്ടി പോലുള്ള വസന്തം തിങ്ങി നിറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആകെ ടെൻഷൻ അടിക്കുകയാണോ ചെയ്യുക? ഉള്ള ടെൻഷൻ ഇല്ലാതാക്കാനാണോ പോണത്? ഉള്ള ടെൻഷൻ ഇല്ലാതാക്കാനാണോ മൂന്നാറിലേക്ക്, ഊട്ടിലേക്ക് മനുഷ്യന്മാർ പോകണത്? അതോ കുറേ ടെൻഷൻ ഇങ്ങനെ വാരി വലിക്കാൻ വേണ്ടിയിട്ടാണ്? അങ്ങനെയാണ് എങ്കിൽ ആ വസന്തം ഉള്ളിലാണെങ്കിലോ? പുറത്തുള്ള വസന്തത്തിന് നമ്മളുടെ ടെൻഷൻ കുറക്കാൻ കഴിയുമെങ്കിൽ ആ വസന്തം ഉള്ളിലാണെങ്കിലോ? റബിയ അത്ഭുതമാണ്. ഇന്നാ സമിഅന ഖുർആനൻ അജബ എന്ന് ആ ജിന്നുകൾ പറഞ്ഞത് വെറുതെ അല്ല, അജബാണ്. അജബ് എന്ന് പറഞ്ഞാൽ അജബ്, അത്ഭുതമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ പ്രാർത്ഥിച്ചാൽ അല്ലാഹു തആല പോക്കുക തന്നെ ചെയ്യും ഹമ്മഹു വഹുസ്നഹു, അവന്റെ ടെൻഷനും അവന്റെ ദുഃഖവും അല്ലാഹു തആല മാറ്റുക തന്നെ ചെയ്യും. എന്നിട്ടോ വഅബ്ദലഹു, എന്നിട്ട് അല്ലാഹു തആല വഅബ്ദലഹു, അല്ലാഹു പകരം കൊണ്ടുവരും മക്കാനഹു, ആ സ്ഥലത്ത് ഫറഹ. എന്താ ഫറഹ്? സന്തോഷം, സന്തോഷം കൊണ്ടുവരുമെന്ന്. ഖാല ഫഖീല, പറയാണ്, റസൂലിനോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ് അലാ നതഅല്ലമുഹ, ഞങ്ങൾ പഠിച്ചോട്ടെന്നാ അത്? ഖാല ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ബലാ, ഉറപ്പായിട്ടും, യംബഗി ലിമൻ സമിഅഹ അൻ യതഅല്ലമഹ, അത് കേട്ടവർ മുഴുവൻ അത് പഠിച്ചിരിക്കണം. ഈ പറഞ്ഞ പ്രാർത്ഥന വെറും പ്രാർത്ഥനയല്ല, അതിന് വളരെ പ്രത്യേകതയുണ്ട്. പരിശുദ്ധ ഖുർആൻ ഹൃദയത്തിൽ എന്തായാലും ഇനി മുതലുള്ള എല്ലാ സുജൂദുകളിലും, അതായത് നാഫിലത്തായിട്ട് നമസ്കരിക്കുന്ന, സുന്നത്ത് നമസ്കാരങ്ങളായിട്ട് നമസ്കരിക്കുന്ന നമസ്കാരങ്ങളിൽ അള്ളാഹുവിനോട് നിങ്ങൾ ഏറ്റവും അടുത്ത് എന്ന് മനസ്സിലാകുമ്പോൾ ചോദിക്കേണ്ടുന്നൊരു ചോദ്യമാണ്, ഖുർആനെ ഹൃദയത്തിൻ്റെ വസന്തമാക്കാൻ. അള്ളാഹു തആല ഈ പരിശുദ്ധ ഖുർആനെ നമ്മുടെ ഹൃദയത്തിൻ്റെ വസന്തമാക്കി മാറ്റുമാറാകട്ടെ. എന്താണ് സംഭവിച്ചത്? എന്താണ് കുറേ നാളായല്ലോ ഖുർആൻ കേൾക്കാൻ തുടങ്ങിയിട്ട്, എന്ത് സംഭവിച്ചു? എന്തേ എൻ്റെ ഹൃദയത്തേക്ക് കയറാത്തത്? എന്താണ് എനിക്ക് തദബ്ബുർ വരാത്തത് എന്ന് ചോദിക്കാം, എന്ന് തോന്നാം. എന്താണ് ഇതൊന്നും സംഭവിക്കാത്തതെന്ന് തോന്നാം. അതും അല്ലാഹു തആല ഈ പരിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്, എന്താണ് സംഭവിച്ചത് എന്ന്, എന്തുകൊണ്ട് ഹൃദയത്തിലേക്ക് ഇത് കയറുന്നില്ല എന്ന്. എന്തേ കാരണം? വമൻ അസ്ലം, ഏറ്റവും വലിയ അക്രമി വേറെ ആരാ ഉള്ളത്? മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി, തന്റെ റബ്ബിന്റെ ആയത്തുകള് ഓതി കേൾപ്പിക്കപ്പെട്ടിട്ട് ഫഅറദ അൻഹാ, എന്നിട്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് നടന്നവനേക്കാൾ വലിയ അക്രമി വേറെ ആരാ ഉള്ളത്? അള്ളാഹിന്റെ ആയത്ത് ഓതിട്ട് നോക്കിയാൽ ഇങ്ങനെയാണ് അല്ലാഹു തആല പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് നടന്നവനേക്കാൾ അക്രമി വേറെ ആരാ ഉള്ളത്? വ നസിയ മാ ഖദ്ദമത് യദാഹ്, വനസിയ മാ ഖദ്ദമത് യദാഹ്. എന്താ സംഭവിച്ചത്? വനസിയ, അവൻ മറന്നു, മാ ഖദ്ദമത് യദാഹ്, അവന്റെ കൈകൾ ചെയ്തു വെച്ചത് അവൻ മറന്നു. അതായത് ഒരുപാട് നാളായില്ലേ ഖുത്ബ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഖുത്ബയിൽ പറയുന്നത് അള്ളാഹുവിന്റെ ആയത്തുകളാണല്ലോ, റസൂലിന്റെ ഹദീസുകളാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? എന്നിട്ട് ദുക്കിറ ഒക്കെ കേട്ടു, നമ്മൾ കേട്ടു. കേട്ടിട്ടില്ല എന്ന് പറയരുത്, എല്ലാവരും കേട്ടിട്ടുണ്ട്, ഉറങ്ങിയവരൊഴിച്ച് ബാക്കി എല്ലാവരും കേട്ടിട്ടുണ്ട്, കേട്ടു. എന്നിട്ടോ ഫഅറള അൻഹ, അതിൽ നിന്ന് പിന്തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ കേട്ടതിന് ശേഷം പിന്നെ അതനുസരിച്ച് മാറിയില്ല ജീവിതം. എന്തേ കാരണം? വനസിയ, ആൾ മറന്നു, മാ ഖദ്ദമത് യദാ, തൻ്റെ കൈകൾ ചെയ്തു വെച്ചത് മൂപ്പരണ്ട് മറന്നു. ഖുത്ബ കേൾക്കുമ്പോൾ, ദുബായിലായാലും ഷാർജയിലായാലും അല്ലെങ്കിൽ വേറെ എവിടെയായാലും ഖുത്ബ കേൾക്കുമ്പോൾ ഇതൊന്നും എനിക്കുള്ളതല്ല, ഞാൻ ആ പ്രവൃത്തി ചെയ്യുന്നുണ്ടാവും. അതായത് എത്ര നാളായി മനുഷ്യന്മാർ കേൾക്കാൻ തുടങ്ങിയിട്ട് ഗീബത്ത് പറയാൻ പാടില്ല എന്ന്. ഒരു മനുഷ്യനെ കുറിച്ച് അയാൾ ചെയ്ത ഒരു കുറ്റം വേറെ ആളോട് പറയാൻ പാടില്ല എന്ന്, ഒരാൾ ചെയ്ത കുറ്റം വേറെ ആളോട് പറയാൻ പാടില്ല എന്ന്. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിൽ, ഈ കൂട്ടത്തിൽ? വേറെ ആൾ ചെയ്ത കുറ്റം, ചെയ്യാത്തതല്ലേ, ചെയ്ത കുറ്റം മറ്റൊരാളോട് പറയാൻ പാടില്ല എന്നറിയാത്തവർ ആരാളെ കൈപൊക്കുക എന്ന് പറഞ്ഞാൽ ഒരാളും കൈപൊക്കൂല, ഒരു ചെറിയ കുട്ടി പോലും കൈപൊക്കൂല, എല്ലാവർക്കും അറിയാം. എന്നാൽ അത് ചെയ്യുന്നവർ ആരൊക്കെയാണ്, അല്ല ചെയ്യാത്തവർ ആരൊക്കെയാണ്? എന്നിട്ട് നിങ്ങൾ പറയാറില്ലേ? അദ്ദേഹത്തെക്കുറിച്ച് കുറ്റം പറയാറുണ്ടോ? ഇല്ലേ? ഏതെങ്കിലും ഒരു മനുഷ്യനെ കുറിച്ച് കുറ്റം പറയാത്തവരായിട്ട് ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ?
ഇല്ല. അതാണ് വനസിയമാ കദ്ദമത്തിയത, സ്വന്തം കൈകൾ ചെയ്തത് മൂപ്പര് മറന്നു. റബ്ബേ വലാ യഗ്തബ് ബഅദുകും ബഅദാ, നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യരുത്? ഗീബത്ത് പറയരുത്. അയുഹിബ്ബു അഹദുക്കും, അല്ലാഹ് പറയണം, അയുഹിബ്ബു അഹദുക്കും, നിങ്ങൾ ഇഷ്ടപ്പെടൂ, അൻ യഅകുല അഖീഹി മൈത, നിങ്ങളുടെ അപ്പുറത്തെ അയൽവാസി അദ്ദേഹം മരിച്ചു, എന്നാ വാ മക്കളെ എന്നിട്ട് കത്തിയും വെട്ടൂത്തിയൊക്കെ എടുത്തുകൊണ്ട് പോയി അദ്ദേഹത്തിന്റെ ഓരോ ശരീര അവയവങ്ങൾ തിന്നു. നിങ്ങൾ എടുത്തിട്ട് തിന്നൂലല്ലോ. ഫകരിഹ്തുമുഹു, നിങ്ങൾക്കത് വെറുപ്പല്ലേ? അതേപോലെയല്ലേ ഇത് എന്ന് അള്ളാഹു ഉദാഹരണം പറഞ്ഞിട്ട് മനസ്സിലാക്കി തരികയാണ്. ആരാണ് പറയാത്തവർ? വനസിയമാക്കത്. എന്ത് സംഭവിക്കും? ഇത് രണ്ടും സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? അള്ളാഹിന്റെ ആയത്ത് കേട്ടു, ഗീബത്ത് പറയാം. ഒരൊറ്റ വിഷയമാണ്, ഒറ്റ വിഷയം പറഞ്ഞുള്ളൂ, ഗീബത്ത് പറയാൻ പാടില്ല. ഇന്ന് പ്രചാരം നേടിയിട്ടുള്ള ഒരു സംഗതിയാണ് ഗീബത്ത്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. പറയാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. ദുഃഖിറ ബി ആയാതി റബ്ബിഹി, അള്ളാഹിന്റെ ആയത്ത് കേട്ടു. വനസിയ മാ ഖദ്ദമത് ഫഅറള അൻഹാ, അതിൽ നിന്ന് പിന്തിരിഞ്ഞു. ഏത് ആയത്തിൽ നിന്ന് പിന്തിരിഞ്ഞു? വനസിയ മാ ഖദ്ദമത് യദാ, ഒരു ഓർമ്മയില്ല, ചെയ്തു വെച്ച റബ്ബേ അന്നപ്പം ഞാൻ ഇന്നലെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് പ്രശ്നമാണല്ലേ എന്ന് ചിന്തിച്ചില്ല. എന്ത് സംഭവിക്കും? ഇന്നാ ജഅൽനാ, അപ്പോഴാണ് പ്രശ്നം. ഇന്നാ ജഅൽനാ, നാം ആക്കും, അലാ ഖുലൂബിഹിം, ആ ആളുകളുടെ ഹൃദയത്തിന്മേൽ, ബൈബർത്തല്ല എന്നർത്ഥം, അകിന്ന, മൂടി. മൂടി എപ്പോഴാ വന്നത്? ബൈബർത്താണോ? ഓപ്പൺ ഹൃദയം. അല ഫിത്രത്തിലാണ് നമ്മൾ ജനിച്ചു പോകുന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഫിത്രത്തിലാണ് ജനിച്ചു വന്നത്. ഹൃദയം ഓപ്പൺ ഹൃദയമായിരുന്നു, ഒരു മൂടി ഉണ്ടായില്ല, ചെവിക്ക് ഒരു പാടയുണ്ടായിരുന്നില്ല, ഓപ്പൺ. പക്ഷേ നമ്മളായിട്ട് മൂടിയുണ്ടാക്കി. എന്തേ കാരണം? ആയത്ത് കേട്ടു, പിന്തിരിഞ്ഞു, നമ്മൾ ചെയ്തു വെച്ച സംഗതികളൊന്നും നമ്മൾ അതുമായിട്ട് താരതമ്യപ്പെടുത്തിയില്ല, കമ്പയർ ചെയ്തില്ല, ജീവിതം നന്നാക്കിയില്ല. ഇന്നാ ജഅൽനാ ഖുലൂബിഹിം അലാ ഖുലൂബിഹിം അകിന്ന, അക്കിന്നത്ത് ഞാൻ വരും. എന്താണ് അക്കിന്നത്ത്? അത് ഡോക്ടർമാര് ഹൃദയം തുറന്നു നോക്കിയിട്ട് അല്ലെങ്കിൽ ചെസ്റ്റ് കീറിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് ആ പാടെടുത്ത് കളയാൻ പറ്റൂല. ഇത് മനസ്സിലാവൂല, പിന്നെ ഖുർആൻ മനസ്സിലാവൂല. അത് അറബി ഭാഷ പഠിച്ചാലും ശരി, അറബി ഭാഷ അറിയില്ലെങ്കിലും ശരി, ഖുർആൻ മനസ്സിലാവണമെങ്കിൽ ഹൃദയം ഓപ്പൺ ആവണം. ഹൃദയം ഓപ്പണായ മനുഷ്യന്റെ പ്രത്യേകിച്ച് സംബന്ധിച്ചിടത്തോളം അവന് ഭാഷ ഒരു പ്രശ്നമേ അല്ല. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ വഫീ ആദാനിഹിം വഖറ, അവരുടെ ചെവിയിൽ ഒരു പാടയുണ്ടാവും. വ ഇൻ, ഇനി റസൂലിനോടുള്ളൊരു സമീപനമാണ്, റസൂലിനോടുള്ളൊരു പറച്ചിലാണ്. വ ഇൻ തദ്ഉഹും, അടുത്ത ആഴ്ച മുതൽ ഷാർജയിലും ദുബായിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഖുത്ബ പറയുന്നതെന്ന് കരുതുക. ഷാർജയിൽ അല്ലെങ്കിൽ നാട്ടിൽ ഏതെങ്കിലും മിമ്പറിൽ കയറിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഖുത്ബ പറയുന്നത്. വ ഇൻ തദ്ഉഹും ഇലൽ ഹുദ, നീ വിളിച്ചാൽ, ഹുദയിലേക്ക് നീ വിളിച്ച, ഫലൻ യഹ്തദു ഇദൻ അബദ, ഒരു കാരണവശാലും അവർ ഹിദായത്തിലേക്ക് വരില്ല. പിന്നെയാണോ ഹുസൈൻ സലഫി, പിന്നെയാണോ അബ്ദുസലാം മൗലവി മോങ്ങം ഹഫിളഹുമുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് വിളിച്ചാൽ പോലും വരില്ല. എന്തേ കാരണം? ഹൃദയത്തിൽ മൂടി. അല്ലാഹു തആല നാം ഏവരെയും അതിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. അപകടമാണ്, വലിയ അപകടമാണ്. ശാരീരികമായ ഹൃദയത്തിന് ബ്ലോക്ക് വരുന്നതിനേക്കാൾ വലിയ ബ്ലോക്കാണ് ഈ ബ്ലോക്ക്. മറ്റേ ബ്ലോക്കൊക്കെ നിസ്സാരമാണ്, പുഷ്പമാണ്. ഇത് വലിയ ബ്ലോക്കാണ്. ഏത്? ഖുർആൻ ഇങ്ങോട്ട് കയറാതിരിക്കാനുള്ളൊരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്ക് പൊളിച്ചു കളാം, മറ്റേ ബ്ലോക്കൊക്കെ പോകും, ഉരുകിപ്പോവും ഇൻഷാ അല്ലാഹ്. ഇനി റസൂലിന്റെ ഒരു പരാതിയുണ്ട്. എന്താണ് പരാതി? വഖാല റസൂൽ, ഖിയാമത്ത് നാളിൽ നടക്കുന്ന ഒരു സംഭവമാണ്. നമ്മളൊക്കെ കാണും, കണ്ണുകൊണ്ട് കാണേ, ഈ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മളൊക്കെ കാണും, വല്ലാഹി കാണും. വഖാല റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ റബ്ബ്, എൻ്റെ റബ്ബേ, സങ്കടം കൊണ്ട് പറയാണ്, യാ റബ്ബ്, എൻ്റെ റബ്ബേ, ഇന്ന ഖൗമി, എൻ്റെ ജനത, ഞാൻ പെടോ, നിങ്ങൾ പെടോ, ഇത്തഖദു ഹാദൽ ഖുർആൻ, ഹാദൽ ഖുർആൻ, ഈ ഖുർആനിനെ റബ്ബേ അവർ സ്വീകരിച്ചു, അതിനെ എടുത്തു. എങ്ങനെ? മഹ്ജൂറ, വലിച്ചെറിഞ്ഞു. അർത്ഥം എന്താ?
ഖുർആൻ ആരും ഹിഫ്ളാക്കിയില്ല എന്നാണോ? റമദാനിനെ ഓതിയില്ല എന്നാണോ? അതോ തദബ്ബുർ നടത്തിയില്ല എന്നാണോ? തദബ്ബുർ നടത്തിയില്ല എന്നാണോ? ഏതായിരിക്കും? ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. പരിണിത ഫലം, ഒരു ഫലം സംഭവിക്കും. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അള്ളാഹു നാം ഏവരെയും രക്ഷിക്കട്ടെ. വമൻ യഅ്ശു അൻ ദിക്രിർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ ദിക്റാണിത് അല്ലേ? ഈ ദിക്റിൽ നിന്ന് ആരെങ്കിലും പിന്തിരിയുകയാണെങ്കിൽ, യഅ്ശു എന്ന് പറഞ്ഞാൽ പിന്തിരിയ, ഇത് കേട്ടിട്ട് ഇതനുസരിച്ച് ജീവിക്കാതിരിക്കുകയാണെങ്കിൽ അള്ളാഹ് പറയാണ് നുഖയ്യിൽ ഞാൻ റിക്രൂട്ട് ചെയ്യും, ലഹു ഈ പിന്തിരിഞ്ഞവന്, ശൈത്വാന. റിക്രൂട്ട് ചെയ്യുന്നത് എന്തിനാണ്? ഒരു ശൈത്വാനിനെ, ഒരു ശൈത്താനെ ഈ മനുഷ്യന് വേണ്ടി ഞാൻ റിക്രൂട്ട് ചെയ്യുമെന്ന്. ഫഹുവ ഈ ശൈത്താൻ, ലഹു ഈ പാവം മിസ്കീനായ മനുഷ്യന്, ഖരീൻ 24 hours അവന്റെ കൂടെ ഉണ്ടാവും. ആര്? ഒരു പിശാച് ഇവന്റെ കൂടെ 24 hours ഉണ്ട്. എന്താ ചെയ്തത് അവൻ? ഒറ്റ സംഗതി, വമൻ യഅ്ശു അൻ ദിക്രി റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് പിന്തിരിഞ്ഞു നടന്നു. അത് കേട്ട് അതനുസരിച്ച് ജീവിച്ചില്ല. എന്നിട്ട് ഇവർക്ക് എന്താ ഡ്യൂട്ടി ഉണ്ടോ? റിക്രൂട്ട് ചെയ്ത ഈ ആളുകൾക്ക്, ഈ പിശാചുകൾക്ക് ഉണ്ട്. വ ഇന്നഹും ഈ ആളുകൾ, ലയസുദ്ദൂനഹും ഈ പാവങ്ങളെ തടയുക തന്നെ ചെയ്യും. എവിടെ നിന്ന്? അനിസ്സബീൽ സ്വർഗത്തേക്കുള്ള വഴി, അതിൽ നിന്ന് തടയുക തന്നെ ചെയ്യും. ഇവര് ഉറപ്പാണ് തടയും. ഈ പാവങ്ങളോ വയഹ്സബൂൻ ഈ പാവങ്ങൾ അവർ കരുതുന്നു, അന്നഹും മുഹ്തദൂൻ നമ്മൾ ഹിദായത്തിലാണ് ഈ പാവങ്ങൾ വിചാരിക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു അപകടം ലോകത്തുണ്ട്. ഈ പാവങ്ങൾ വിചാരിക്കുന്നു നമ്മൾ ഹിദായത്തിലാണ്, നമ്മളൊക്കെ സ്വർഗത്തിലേക്കുള്ളവരാണ്. ചോദിക്കട്ടെ, മുഅ്മിൻ അല്ലയോ മുഅ്മിനുകളെ എന്ന് വിളിച്ചാൽ എന്തേന്ന് വിളിയേക്കൂല എല്ലാവരും ഇല്ലേ? അതായത് നമ്മളുടെ ഉള്ളിൽ ഒരു ചോദ്യം വരുന്നില്ല, ഞാനതിൽ പെടില്ലേ എന്നൊരു ചോദ്യം വരുന്നില്ല. എന്തേ കാരണം? ഈ ആള് പറ്റിക്കും. എന്ത്? ഇയാള് തടയുകയും ചെയ്യുന്നിട്ട് നമ്മൾ ധരിക്കും ഈ കാണിക്കുന്നതൊക്കെ ഹിദായത്തിന്റെ പേരിലാണെന്ന്. ഇന്ന് മനുഷ്യന്മാർ കാണിക്കുന്ന ഫിത്തനകൾ കണ്ടിട്ടില്ലേ? ഇമെയിലിലൂടെ ആയാലും ഏത് രൂപത്തിൽ പാവങ്ങൾ വിചാരിക്കുന്നു ഇന്നഹും മുഹ്തദൂൻ, ഹിദായത്ത് നമ്മളാണ്, ഹിദായത്തിൽ നിന്ന് ധരിച്ചു പോകുന്നു. അല്ലാഹു തആല എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ. ഹത്താ ഏതുവരെ ഈ ഗെയിം നടക്കുമെന്നറിയോ? ഈ ഗെയിമുകൾ ഇങ്ങനെ നടക്കും. ഹത്താ ഇദാ ജാഅന നമ്മുടെ അടുത്തേക്ക് എത്തുന്നവരെ, രണ്ടാളും നമ്മുടെ അടുത്തേക്ക് എത്തും. ഈ റിക്രൂട്ട് ചെയ്യപ്പെട്ട ആളും റിക്രൂട്ട് ചെയ്യപ്പെട്ട മറ്റാളും ആരുടെ അടുത്തേക്കാണോ വന്നത് ആ മനുഷ്യനും ആ ശൈത്താനും വരും. എന്നിട്ട് ഖാൽ അപ്പോഴാണ് കാണുക. അപ്പൊ കാണും, കണ്ണുകൊണ്ട് കാണാൻ കഴിയും. അപ്പൊ പറയും, യാ ലൈത ബൈനി വബൈനക ബഅദൽ മശ്രിഖൈനി ഫബിഅസൽ ഖരീൻ. ഒരു കാരണവശാലും ഒരു സാധനവും പറഞ്ഞിട്ട് ഒരു ഉപകാരവും ഇല്ലാത്ത ദിവസമാണ് വർത്തമാനം പറയാ. അതുവരെ ഞങ്ങൾ ഹിദായത്തിലാണെന്ന് പറയുകയും ചെയ്യും. യാ ലൈത്, എന്തോ ഒരു കഷ്ടം, എനിക്കും നിനക്കും തമ്മിൽ 2 ഉദയസ്ഥാനങ്ങളുടെ അകൽച്ചയുണ്ടായിരുന്നെങ്കിൽ, ഒരു ഉദയസ്ഥാനല്ല 2 ഉദയസ്ഥാനങ്ങളുടെ അകൽച്ചയുണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു പോകും, എന്ന് അവിടുന്ന് പറഞ്ഞു പോകും. വലൻ യൻഫഅകും യൗമ ഇദ് ളലംതും അന്നകും ഫിൽ അദാബി മുശ്തരികൂൻ. അന്ന് എന്ത് ഒച്ച ഉണ്ടാക്കിയിട്ടും എങ്ങനെ തലകുത്തി നിന്നിട്ടും നിങ്ങൾ 2 പേരും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്ന നരകത്തിലേക്കാണ്, അദാബിലാണ്. അള്ളാഹു രക്ഷിക്കട്ടെ. വമൻ അഅറള അൻ ദിക്രി, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞാൽ ഫഇന്ന ലഹു മഈശതൻ ദൻക, അവന് കുടുസേറിയ ഒരു ജീവിതമായിരിക്കും ഉണ്ടാവുക. അതിനെ വിശദീകരിച്ചിട്ടുള്ള പണ്ഡിതന്മാര് മഈശത്തുൻ ദൻക് എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ മഈശത്തുൻ ദൻക് ആയിരിക്കും, ഖബറിൽ മഈശത്തുൻ ദൻക് ആയിരിക്കും, പരലോകത്തും മഈശത്തുൻ ദൻക് ആയിരിക്കും. 3 സ്ഥലത്തും ഇടുങ്ങിയ ജീവിതമായിരിക്കും. ഇടുങ്ങിയ ജീവിതം. അത് ഇടുങ്ങിയ കിണറ്റിൽ കിടക്കുന്ന തവളകൾക്ക് എന്താ സംഭവം? അതേ ഏറ്റവും വലിയ ലോകം, അതല്ല ഏറ്റവും വലിയ ലോകം. അതിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കിടന്നിരുന്നത് ഇത്രയും ഇടുങ്ങിയ സ്ഥലത്താണെന്ന് അറിയുള്ളൂ. എന്ന് നമ്മൾ പുറത്തേക്ക് വരുന്നോ അപ്പോഴേ അറിയുള്ളൂ ഈ ഖുർആൻ നിന്ന് ഞാൻ അകന്നിരുന്ന സമയത്ത് ഞാൻ ഇടുങ്ങിയ, ഇപ്പൊ നമുക്ക് തോന്നും ഇപ്പൊക്കെ സന്തോഷമാണ്, ഹാപ്പി ലൈഫാണെന്നൊക്കെ തോന്നും.
പുറത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ മനസ്സിലാവും ഇതുവരെ ജീവിച്ചിരുന്നത് ഒരു ഇടുങ്ങിയ ജീവിതമായിരുന്നു. അള്ളാഹു നമ്മ ഏവരെയും ആ വിശാലമായ ഹൃദയത്തിലേക്ക്, ഹൃദയ വിശാലതയിലേക്ക് നമ്മെ നയിക്കുമാറാകട്ടെ. തീർന്നിട്ടില്ല. ഖാല എന്നിട്ട് വനഹ്ശുറുഹു, ഈ മനുഷ്യനെ അല്ലാഹു തആല ഇങ്ങനെ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് പിന്തിരിഞ്ഞ് നടന്ന മനുഷ്യനെ അല്ലാഹു തആല മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടും. എങ്ങനെ? യൗമൽ ഖിയാമത്തി അഅ്മാ, കണ്ണുപൊട്ടൻ എന്ന് പറഞ്ഞ കണ്ണുപൊട്ടൻ എന്ന് പറഞ്ഞ കണ്ണുപൊട്ടൻ, ഒറിജിനൽ കണ്ണുപൊട്ടൻ, ഒരു സാധനം മുന്നിൽ കാണൂല. ഖാല, അപ്പൊ ആ മനുഷ്യൻ പറയും റബ്ബി ലിമ ഹശർതനി അഅ്മാ, റബ്ബേ എന്തിനാണ് എന്നെ കണ്ണുപൊട്ടനാക്കിയത്? ലഖദ് കുൻതു ബസീറ, എനിക്ക് കണ്ണ് കാണായിരുന്നല്ലോ, എൻ്റെ ഉമ്മാനെ ഉപ്പാനെ മക്കളെ എല്ലാം പ്രകൃതികൾ പൂക്കൾ മൂന്നാർ ഊട്ടി ഒക്കെ ഞാൻ കണ്ടിരുന്നല്ലോ റബ്ബേ, എന്താ ഇപ്പം കണ്ണ് കാണാൻ പറ്റാത്തത്? ഖാല, അപ്പൊ അള്ളാഹു മറുപടി പറയും കദാലിക അതത്ക ആയാതുന, അതേപോലെയാണ് നിന്റെ അടുത്തേക്ക് എൻ്റെ ആയത്തുകൾ വന്നിരുന്നത്, പക്ഷേ ഫ നസീതഹ, മൈൻഡേ ചെയ്തില്ല, നീ മൈൻഡേ ചെയ്തില്ല. വകദാലികൽ യൗമ തുൻസ, ഇന്നും നിന്നെ മൈൻഡ് ചെയ്യൂല, നീ അന്ന് ഇത് മൈൻഡ് ചെയ്യാതിരുന്നതുകൊണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ പരലോകത്ത് കാഴ്ച വേണോ? അത് ഇതിൽ നിന്ന് കിട്ടുള്ളൂ, ഇതിൽ നിന്നേ കാഴ്ച കിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ കാഴ്ചക്കുള്ള ഒരൊറ്റ ഉപാധി. അഫലം യസീറൂ ഫിൽ അർദ്, അല്ലാഹു തആല ചോദിക്കുകയാണ് ഒരു ചോദ്യം. അഫലം യസീറു, എത്ര നാളുകളായി നമ്മൾ ടൂർ പോകാൻ തുടങ്ങിയിട്ട്, ഭൂമിയിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്, എന്താ ഫലം ഉണ്ടായിട്ടുള്ളത്? അല്ലാഹു ചോദിക്കണം. അഫലം യസീറൂ ഫിൽ അർദ്, ഈ മനുഷ്യന്മാര് ഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നില്ലേ? അങ്ങനെ ചെയ്താൽ ഫതകൂന ലഹും ഖുലൂബ്, അവർക്കൊരു ഹൃദയം ഉണ്ടാകും. യഅഖിലൂന ബിഹാ, അതുകൊണ്ട് ചിന്തിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാവുന്നു ഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ. ഔ ആദാനു യസ്മഊന ബിഹാ, അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു ചെവി ഉണ്ടാകും. ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ, ഇതുണ്ടല്ലോ, ഇത് കണ്ണിന് കാഴ്ചശക്തി പോയതല്ല, യഥാർത്ഥത്തിൽ അന്ധത കണ്ണിനല്ല. വലാകിൻ, പിന്നെ എവിടെയാണ് യഥാർത്ഥത്തിൽ അന്ധത? ഇവൻ ഖുർആന്റെ ആയത്ത് കാണാതെ പോയതല്ല എന്നർത്ഥം, കണ്ണിനല്ല അന്ധത. വലാകിൻ, അന്ധത യഥാർത്ഥത്തിൽ എവിടെയാണ്? തഅമൽ ഖുലൂബ് അല്ലതീ ഫി സുദൂർ, നെഞ്ഞിനകത്തുള്ള ആ ഇറച്ചി കഷ്ണം ഉണ്ടല്ലോ, അതിനാണ് സംഭവിച്ചതെന്ന്, അവിടെയാണ് അന്ധത സംഭവിക്കുക എന്ന്. ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ, കണ്ണുകൾക്കല്ല യഥാർത്ഥത്തിൽ അന്ധതയുള്ളത്. വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫി സുദൂർ, നെഞ്ഞിനകത്തുള്ള ഹൃദയത്തിനാണ് അന്ധത. അന്ധന്മാർ യഥാർത്ഥത്തിൽ ആരല്ല? നമ്മൾ പുറമേ കാണുന്ന, കണ്ണുകൾ കാണാത്ത, തപ്പിത്തടഞ്ഞ് നടക്കുന്ന ആളുകളല്ല. ഈ ആയത്തിന്റെ ഒരു പ്രത്യേകത, അമേരിക്കയിലെ കാനഡയിലുള്ള ഇപ്പോൾ ബ്രദർ അബു ഹഫ്സ അബ്ദുൽ മാലിക് ക്ലെയർ, അതിനു മുന്ന് ജെറോമി ക്ലെയർ എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം പറയാണ്, നിങ്ങൾക്ക് കേൾക്കാം ഇൻഷാ അല്ലാഹ്. അദ്ദേഹം പറയാണ്, ഈ ആയത്ത് എനിക്ക് വലിയ സമാധാനമാണ് നൽകിയെന്ന്. കാരണം അദ്ദേഹം കണ്ണ് കാണാത്ത ആളാണ്. കണ്ണ് കാണാത്ത ആള്, ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച മനുഷ്യൻ, ഇന്ന് ഖത്തീബ്, പ്രസംഗകൻ, ദായി, ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകളെ ദഅവത്ത് നടത്തുക. കാണാൻ പാടില്ലല്ലോ, ആയത്തുകൾ കാണാൻ പാടില്ലല്ലോ, കണ്ണ് ഇല്ലല്ലോ. ഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ, നെഞ്ഞിനകത്തുള്ള ഹൃദയത്തിനാണ് അന്ധത. അദ്ദേഹത്തിന് ആ അന്ധതയില്ല. അദ്ദേഹം പറയും, എനിക്കൊരു ഒരു പ്രശ്നമില്ല, ഒരു പേടിയില്ല, ഒരു പരാതിയില്ല, എൻ്റെ ഹൃദയത്തിന് എന്തില്ല? അന്ധതയില്ലല്ലോ എന്നുള്ളത്. അതൊന്ന് കണ്ടു നോക്കും. ഇംഗ്ലീഷിലാണ്, വിശദീകരിക്കേണ്ടി വരാൻ സാധ്യതയില്ല, വിശദീകരിക്കണമെങ്കിൽ മാത്രമേ പറയുള്ളൂ. أعوذ بالله من الشيطان الرجيم أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو أذن يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. Someone told me, a kid or a teacher, they said, you can't do that, you're blind. And I didn't know what blind was. So when I went home, I asked my mom, so what's blind?
She said, you're not blind, you just can't see. When I took my shahada and I was hearing the Quran, I heard that ayah, and I'm like, that kind of solidified it as haqq for me, right? Because Allah said that literally. He said, you know, it's not your eyes that can't see, but it's the hearts that are what actually grow blind, right? So that's what I kind of meant when I said blind. To be blind is to be kind of disabled, and I didn't mean it from the eye sense. I meant it from the heart sense. Right? That's actually what the ayah means. It's like summun bukmun umyun fahum la yaqilun. Those people, they are deaf, dumb, and blind, and they don't have any intelligence, right? It doesn't mean that they can't hear and can't see literally, but their hearts are sealed. So they don't hear or see because of the seal that's on their hearts. Those are people that fail to understand what Islam is. Some of them are Muslims claiming to be, and some of them are not. But because you can be, just because you say something doesn't necessarily mean you live up to it. You can be just as blind as anybody else. The king has a friend. This friend was blind, completely blind. Came to this ghulam, Jazakallah khair, he said, I'll give you all my wealth, all of it, if you heal my eyes. And the ghulam, he said, that I am not the one who heals, Allah is the one who heals, but I'll make dua for you. But you have to believe in Allah. So of course, Allah healed that friend of the king's eyes and he became Muslim. There's many hadith that are like that. There's one, the person who Allah has taken his two beloved ones from him, meaning his eyes, and he's patient with it, he's promised Jannah. There's a lot of stuff. It's empowering when you think of it, right? It's empowering because we're taught, وَإِذْ أَصَابَتْكُمْ مُصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ. Like when a calamity comes to you or a trial comes to you, then you say, from Allah we came, and to Allah we return again. And أُولَٰئِكَ عَلَيْهِمْ صَلَوَاتٍ مِّن رَبِّهِمْ وَرَحْمَةٍ. Then those people have special mercy from their Lord. وَأُولَٰئِكَ هُمُ الْمُهْتَدُونَ. And they are the people who are guided. You know, so it's important to empower yourself with that. Because really, I mean, you're never powerless, ever. If nothing else works, you can still make dua silently, right? As long as you can think and your heart is alive, you can make dua. So you're never actually powerless. And that's the message that I try to give people. It's empowerment, you know. You can never say that the Muslims are powerless. It's silly, you know. You can talk to Allah, who's better than Allah to talk to, you know what I mean? So you call your MP and congressman and this man and that one and the third one, and they may or may not help you, but Allah always listens, you know. Food. Look at food. What food provoke desire? Link extravagance in food and drink during Ramadan. 100 link ruling on smelling food and drink. Maybe I should do this. Permissible for the owner of a restaurant to sell food to those who are not fasting and pick up during the day in Ramadan. Now many people would look and say that, why didn't Allah protect them? Why is it that Allah didn't protect those people? Many people would look at that and say that. Many of us would say that. They should have just lied and gave up their religion. Well, let me tell you about them giving up their religion. That was their choice. Either you be burned to death in that fire or you give up your religion. Not one of them, not one gave up his or her religion. الدنيا سجن المؤمن وجنة الكافر, right? The dunya is a prison for the believer and a paradise for the disbeliever. And we're taught أصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون. Like be patient and steadfast and have taqwa for Allah that you might be successful. Like there's no end. Say to my servants, do not despair the mercy of Allah. Inna Allah yaghfiru dhunuba jami'a. Allah forgives all sins. Like we're taught those things in the Quran. We're taught them in the Sunnah, and we're taught them by the companions of Muhammad sallallahu alaihi wasallam. So there's no end to the encouragement that we've been given. There's no end to it, you know. And especially from look who the one who's giving you the encouragement is. SubhanAllah. Like it's not just people get that twisted when we think that, you know, Quran is just kind of a book where we read it in a nice voice and we recite it in Ramadan, but it's the kalam of Allah, like it's the literal speech of Allah. So who better to encourage you than, you know, than Allah subhanahu wa ta'ala, right? In anything, I mean, not being able to see in a wheelchair, poverty, whatever your issue happens to be, who's better at encouragement than Allah? I mean, we can
we can remind you, but the source is from Allah subhanahu wa ta'ala. Inna dhikra tanfa'al mu'mineen. You know, remembrance, reminder benefits the believers. Right? Oh, for two. You got it, bro. Yeah, you kidding, right? No, wallah, you did it. Alright. I get it. Oh! I'll switch. Bismillah. Buna, you got that one, right? I got it. That was a good one. That was the best. We can go home now and pack that one up. That was a good one. إِنَّ الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ. Those who believe and do righteousness. لَهُمْ جَنَّةٌ تَجْرِي مِنْ تَحْتِهَا الْأَنْهَارُ. And that's the proof that I'm using. Allah promised those people that. Paradise and gardens under which rivers flow. And this is the important part of the ayah when we say, ذَلِكَ الْفَوْزُ الْكَبِيرُ. That is the tremendous victory. There's no victory besides that victory. How it looks doesn't matter. Who cares that people may see them as being defeated? They weren't defeated. It only looks that way. They were not defeated. I'm sorry. No one in Jannah is defeated. Nobody. Absolutely nobody. They made it into the paradise of Allah subhanahu wa ta'ala, and they had to go through fire to get there. And that is the second thing you want to take from them. They had to walk through fire. Their children had to go through fire. They had to go through it. Their wives and their husbands and mothers and fathers all had to go through it. You don't have to go through fire. You don't have to do that. What do you have to do? Two things. Two things. أطيعوا الله وأطيعوا الرسول. Obey Allah and obey His Messenger. أعوذ بالله من الشيطان الرجيم. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. ഹൃദയത്തിന് കണ്ണിനല്ല അന്ധത ബാധിക്കുന്നത് ഹൃദയത്തിനാണ്. ഹൃദയത്തിന്റെ അന്ധതയാണ് യഥാർത്ഥത്തിലുള്ള അന്ധത എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയാണ്. വമൻ യഹ്ദില്ലാ, അല്ലാഹു തആല ആരെയെങ്കിലും ഹിദായത്തിലേക്കാക്കിയാൽ ഫഹുവൽ മുഹ്തദ്, അവനാകുന്നു ഹിദായത്തിലെത്തിയവൻ. സൂറത്ത് ജുമുഅയിൽ രണ്ടാമത്തെ ആയത്തായിട്ട് അല്ലാഹു തആല പറയണം, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അടുത്ത ആയത്ത് എന്താ? ആ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം, അല്ലാഹു ആകുന്നു ഉമ്മീയങ്ങളിൽ, അക്ഷരജ്ഞാനമില്ലാത്ത ആളുകളിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ നിയോഗിച്ചവൻ. അവർക്ക് അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയും അവരെ തസ്കിയത്ത് നടത്തുകയും ചെയ്യുന്ന ഒരു റസൂലിനെ. എന്നിട്ട് രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയാണ്, അടുത്ത ആയത്തിൽ പറയാണ്, വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം. വേറൊരു കൂട്ടരിലേക്കും കൂടിയിട്ടാണ് ഈ റസൂൽ വന്നിട്ടുള്ളത്. ലമ്മാ യൽഹഖൂ ബിഹിം, ചൂടുവെള്ളം ചൂടാണ്. ലമ്മാ യൽഹഖൂ ബിഹിം, ഈ ഉമ്മീയങ്ങളായ അറബികളും ആഖരീൻ എന്ന് പറഞ്ഞ ആളുകളും ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല. അത് വേറെ ആൾക്കാരാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സഹാബികളും ഈ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം ആളുകളും തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു.
ഈ ആയത്ത് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ഒരു സഹാബി റസൂലിനോട് ചോദിച്ചു, റസൂലെ ആരാണ് ഈ അവർ? ഈ ആഖരീൻ എന്ന് പറഞ്ഞത് റസൂല് ഞങ്ങൾക്കുള്ള റസൂലാണെന്നാണ് ഞങ്ങൾ കരുതിയത്, പക്ഷേ ആഖരീൻ വേറെ ആളുകൾക്കും കൂടിയുള്ളത്, ആരാണ് റസൂലെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പേർഷ്യയിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ വചനം കേട്ടു വന്ന, അള്ളാഹുവിന്റെ വചനം സ്വീകരിക്കാൻ വന്ന സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു. എന്നിട്ട് പറഞ്ഞു ഒരു വാചകം, അത് വൻ വാചകമാണ്. ആ കൈ ഉയർത്തി പിടിച്ചിട്ട് പറയാണ് റസൂൽ, ലൗ ഖാനത്തിൽ ഈമാനു ഇൻദ സുറയ്യ. ഈമാൻ നമ്മൾക്കറിയില്ല, നമ്മൾ അനുഭവിച്ചിട്ടുമില്ല. ലൗ ഖാനത്തിൽ ഈമാനു ഇൻദ സുറയ്യ, സുറയ്യ നക്ഷത്രത്തിന്റെ അവിടെയാണ് ഈമാൻ കിട്ടുന്നത് എങ്കിൽ, ഹിമാലയല്ല, ചന്ദ്രനല്ല, സൂര്യനല്ല, സുറയ്യ നക്ഷത്രം എത്ര വിദൂരമാണ്, അവിടെയാണ് ഈമാൻ കിട്ടുന്നത് എങ്കിൽ ലനാലഹു റിജാലും മിൻ ഹൗലാ, ഈ ആളുകളിൽ ചില ആളുകൾ അത് അവിടെ പോയിട്ട് നേടിയെടുക്കും. ഈമാൻ അതാണ് ഇപ്പൊ ഈ കണ്ട കാഴ്ച. അബൂ ഹഫ്സയുടെ കാഴ്ച അതാണ്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെളിവായിട്ട് പിടിച്ചത് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ. വല്ലാഹി ഈമാൻ അവിടെയാണ് എങ്കിൽ തേടി പിടിച്ചിരിക്കും. ഈമാനിന്റെ പവർ അതാണ്, ഈമാനിന്റെ മാധുര്യം അതാണ്. ജസാക്കല്ലാഹു ഖൈർ. വമൻ യഹ്ദില്ലാ, അല്ലാഹു തആല നാം ഏവരെയും ഹിദായത്തിലേക്ക് ആക്കട്ടെ. വമൻ യഹ്ദില്ലാ, ആരെയെങ്കിലും അല്ലാഹു തആല ഹിദായത്തിലേക്ക് ആക്കുകയാണെങ്കിൽ ഫഹുവൽ മുഹ്തദ്, അവനാകുന്നു യഥാർത്ഥ ഹിദായത്തിലേക്ക് എത്തിയവൻ. വമൻ യുദ്ലിൽ, ആരെയെങ്കിലും അല്ലാഹു തആല ദലാലത്തിലേക്ക് ആക്കുകയാണെങ്കിലോ ഫലൻ തജിദ ലഹും ഔലിയാഅ മിൻ ദൂനി, അല്ലാഹുവിന് പുറമെ ഒരു വലിയനെയും ഈ ആളുകൾക്ക് കിട്ടില്ല. വനഹ്ശുറുഹും, അങ്ങനെ ഹിദായത്തിലേക്ക് എത്താത്ത ആളുകളെ അല്ലാഹു തആല എന്ത് ചെയ്യും? വനഹ്ശുറുഹും, മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടും. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ അന്ന്. അലാ വുജൂഹിഹിം, മുഖം നിലത്ത് കുത്തിയിട്ട്, അതായത് സ്ട്രെയിറ്റ് ആയിരിക്കില്ല നിൽക്കാന്ന്, മുഖത്തായിരിക്കും നിൽക്കുക, മുഖം നിലത്ത് കുത്തിയിട്ടായിരിക്കും നിൽക്കുക. എന്നിട്ടോ കണ്ണും കാണൂല, വബുക്കുമ, പറയാൻ കഴിയില്ല, വസുമ്മ, ചെവിയും കേൾക്കൂല. എന്തായിരിക്കും അവസ്ഥ? എത്ര നേരം? 1 മണിക്കൂർ 2 മണിക്കൂറല്ല, 50,000 വർഷത്തോളം മഹ്ശറിൽ നിൽക്കണം മനുഷ്യന്മാർ. 50,000 വർഷത്തോളം. ഒരു 50,000 വർഷം ഒരു മനുഷ്യൻ നിലത്ത് മുഖം കുത്തി, കണ്ണ് കാണാതെ, ചെവി കേൾക്കാതെ, ഒന്നും പറയാൻ പറ്റാതെ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. ഹിദായത്ത് കിട്ടാത്തതുകൊണ്ട്. വമഅവാഹും ജഹന്നം, അവരുടെ അഭയകേന്ദ്രം നരകമാണ്. കുല്ലമാ ഖബത്, അതിന്റെ തീ കെട്ടണഞ്ഞു പോകുമ്പോഴെല്ലാം സിദ്നാഹും സഈറ, തീ ഞാൻ ആളിക്കൊടുക്കും, ആളിക്കത്തിച്ചു കൊടുക്കുന്നതാണ് എന്ന്. യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അന്ധത, മൂകത, ബധിരത, പിന്നെ തലകുത്തി നിൽക്കുക. അള്ളാഹു നാം ഏവരെയും രക്ഷിക്കുമാറാകട്ടെ. അന്ധതയും മൂകതയും ബധിരതയും സംഭവിച്ചൊരു മനുഷ്യനുണ്ട് ഈ ലോകത്ത്. എന്നിട്ട് എന്താ നിങ്ങൾ അതിന്റെ അവസ്ഥ ആലോചിച്ച്? കാണാൻ കഴിയില്ല, കേൾക്കുകയില്ല, സംസാരിക്കുകയില്ല. പിന്നെ ആ മനുഷ്യനെ എങ്ങനെ മനസ്സിലാക്കുക? കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? എങ്ങനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞേ. ഒന്നില്ലെങ്കിൽ കേൾക്കണം, അല്ലെങ്കിൽ കാണണം. ഇത് രണ്ടുമില്ല, മനസ്സിലാക്കാനുള്ള ഒരു കഴിവുമില്ല. വെറും എന്തുമാത്രം? സ്പർശനം മാത്രം, സ്പർശനം മാത്രം. ഖുർആൻ പഠിക്കണമെങ്കിൽ സ്പർശനം. ഇത് ഹിദായത്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ സ്പർശനം. അള്ളാഹുവിന്റെ കലാമ് വായിക്കുന്നത് സ്പർശനത്തിലൂടെ, റസൂലിന്റെ കൽപ്പനകൾ മനസ്സിലാകുന്നത് സ്പർശനത്തിലൂടെ. ഇപ്പൊ മനസ്സിലായോ? ചെവിയും കണ്ണും അല്ല, എന്ത്? ബ്ലോക്ക് ഹൃദയമാണ്. അദ്ദേഹത്തെ കാണിച്ചു തരാം. അദ്ദേഹം സൗദി അറേബ്യയിലെ ദാഇയാണ്, ചില്ലറല്ല, ദാഇ ഫായിസ് അസ്ബൈത്തി ഹഫിദഹുല്ലാ. ദാവത്ത് നടത്തുകയാണ്. എങ്ങനെയാണ് അദ്ദേഹം ദാവത്ത് നടത്തണമെങ്കിൽ അദ്ദേഹത്തിന്
എന്ത് വേണം? പഠിക്കണ്ടേ? എങ്ങനെയാണ് അദ്ദേഹം പഠിക്കുന്നത്? സൗദി അറേബ്യയിലും UAE ഒക്കെ ഉണ്ട്. എന്താണ്? കണ്ണ് കാണാൻ കഴിയുന്ന പക്ഷെ കേൾക്കാൻ കഴിയാത്ത ആളുകൾക്ക് ക്ലബ്ബുകളുണ്ട്. അവിടെയാണ് ശേഖന്മാര് പോയിട്ട് ക്ലാസ് എടുക്കുക. അവര് കണ്ണ് കാണും, ആംഗ്യം കാണിക്കും. ആ ആംഗ്യ ഭാഷയിലൂടെ ചെവി കേൾക്കാത്ത ആളുകൾ ദീൻ പഠിക്കും. ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അവർക്ക് മനസ്സിലാകും, സംഗതികളൊക്കെ മനസ്സിലാവും. പക്ഷേ ഫായിസ് അസുബൈത്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതും കഴിയില്ല, കണ്ണ് കാണാനും കഴിയുന്നില്ല, കണ്ണും കാണാൻ. അപ്പൊ എന്താണെന്നറിയില്ല. അപ്പൊ എന്ത് ചെയ്യുന്ന ആ സദസ്സിൽ അദ്ദേഹം പോകും. ഫായിസ് സുബൈത്തി ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അല്ല, ഷെയ്ഖ് ഇവിടെ നിന്ന് പ്രസംഗിക്കും, അറബിയിൽ ഒച്ചയിൽ സംസാരിക്കും. ഇവിടെയുള്ള ട്രാൻസ്ലേറ്റർ കൈകൊണ്ട് ആംഗ്യം കാണിക്കും, അത് മനസ്സിലാക്കും. ചെവി കേൾക്കാത്ത ആളുകൾ അതൊക്കെ കേട്ട് മനസ്സിലാക്കും, എന്താണ് ദീൻ എന്ന് പഠിക്കും. എന്നിട്ടോ ഫായിസ് സുബൈത്തിക്ക് അതും അറിയില്ല. അദ്ദേഹം അങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കും. അങ്ങോട്ടേക്ക് തിരിഞ്ഞിരുന്നിട്ട് ഇത് കേൾക്കുന്ന ആള് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെ ഓരോന്ന് പിടിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ എന്താണ് ഈ പറയുന്നത് എന്ന്. 3 ട്രാൻസ്ലേറ്റർമാരാണ്. അങ്ങനെയാണ് ദീൻ പഠി. എന്നിട്ടാണ് അദ്ദേഹം പോയിട്ട് ദഅവത്ത് നടത്തുന്നത്. എവിടെയാണ് നമ്മളെന്നൊന്ന് ആലോചിച്ച് നോക്കണേ. നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത ക്ലാസ്സുകൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത ചാൻസുകൾ ഒക്കെയുള്ള ആളുകളാണ് നമ്മൾ. എവിടെയാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ? شبكة مزامير آل داود تقدم التفاهم معها كلها باللبس. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى صلوا وسلموا على النبي عليه الصلاة والسلام. السلام عليكم ورحمة الله وبركاته. أنا سعيد جدا برؤيتكم. الحمد لله الذي خلقنا وأوجدنا، والحمد لله الذي أدركنا هذه الأيام. أنا والله ضايق صدري. ليش؟ آخذ المصحف، أنا ما أشوف المصحف يا جماعة، ما أشوف المصحف، ما فيه. أنا ضايق صدري لأني ما أستطيع قراءة القرآن. أنا أحب القرآن، أتمنى أني أقرأ هذا الكلام العسل لأنه أغلى كلام. احمدوا ربكم على هذا البصر أنكم تبصرون وتشوفون ولا تقرؤون القرآن. هذه يعني كثير من الناس يعني لا يشكر الله جل وعلا على هذه النعمة، نعمة البصر. تخيل أن بصرك يروح، تندم ما راح عليك القرآن ولا تقرأ القرآن. إذن يا أخي متع بصرك بهذا القرآن، اقرأ، استعذ بالله، تعوذ بالله من الشيطان، اقرأ كثيرا يا أخي، استفد، متع بصرك بكلام الله وكلام رسوله وقواك وجوارح. അർത്ഥം കണ്ടിരുന്നോ അർത്ഥം? പറഞ്ഞുതരാം. അദ്ദേഹം പറയാണ്, ഞാൻ വളരെയധികം ഹൃദയവേദനയോടുകൂടിയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാന്റെ കലാമ് ഇതെനിക്ക് വായിക്കാൻ പറ്റണില്ല, എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതിനാൽ. അതിനാൽ വളരെ ഹൃദയവേദനയോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ പരിശുദ്ധ ഖുർആൻ, ഈ തേനൂറുന്ന വചനം വായിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അതിനാൽ നിങ്ങൾ അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ തന്നെ വേണം. അതായത് ഈ നൽകിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കണ്ണ്, ആ കണ്ണിന് നിങ്ങൾ അനുഗ്രഹം കാണിക്കണം. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ കുളിർമ അണിയിക്കണം, അല്ലെങ്കിൽ ആസ്വദിപ്പിക്കണം അള്ളാഹുവിൻ്റെ ഈ കലാമ കൊണ്ട്. ഇത് വളരെ വലിയൊരു കലാമാണ് എന്ന് കണ്ണിന് അന്ധത ബാധിച്ച പക്ഷെ ഹൃദയത്തിന് അന്ധതയില്ലാത്ത അദ്ദേഹം നമ്മോട് പറയണം. അദ്ദേഹം റമദാനിൽ ഓരോ സ്ഥലങ്ങളിൽ നടത്തുന്ന പ്രഭാഷണങ്ങളിൽപ്പെട്ട ഒരു പ്രഭാഷണമാണ്. ആ പ്രഭാഷണത്തിന്റെ അവസാനം അദ്ദേഹം പറയാണ്, എനിക്ക് യാതൊരു പരിഭവമില്ല, എനിക്ക് കണ്ണില്ല, കാതില്ല, എനിക്ക് വർത്തമാനം പറയാൻ കഴിയുന്നില്ല എന്നുള്ളത്. കാരണം എന്താ? ഈ ആയത്ത്. ഞാനൊരു 60 വർഷേ ഏറി വന്നാൽ ജീവിക്കുള്ളൂ. പക്ഷേ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ആരാണ് അങ്ങനെ 50,000 വർഷം നിൽക്കേണ്ടി വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് എനിക്ക് യാതൊരു പരിഭവവും അതിൽ